ഹായ് ഫ്രണ്ട്സ്, To ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCB ട്രിപ്പിങ്ങിനെ കുറിച്ചാണ്. ഇടയ്ക്കിടെയുള്ള RCCB ട്രിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണ രീതിയിൽ RCCB ട്രിപ്പിംഗ് നമ്മൾ കണ്ടുവരാറുള്ളത് എർത്ത് ലീക്കേജ് ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ബോഡി എർത്ത് ന്യൂട്രലുമായോ ഫേസുമായോ ടച്ച് ആവുമ്പോഴാണ് എർത്ത് ലീക്കേജ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ വയറിങ്ങിൽ ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ടാവുകയോ ഫേസും എർത്തും തമ്മിൽ ഷോർട്ടാവുകയോ ചെയ്യുമ്പോഴാണ് RCCB ട്രിപ്പാകുന്നത്. എന്നാൽ ഈ വീട്ടിലെ ട്രിപ്പിംഗ് തികച്ചും വ്യത്യസ്തമാണ്. ELCB ട്രിപ്പ് ആവുകയും ആ ഭാഗം മാത്രം നമുക്ക് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതിയാകും. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും ELCB ട്രിപ്പ് ആവാറില്ല. മൊത്തം ലോഡ് ഓൺ ചെയ്താൽ പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. സൈറ്റിൽ നമ്മൾ എത്തുന്ന സമയത്ത് പാർട്ടി പറയുന്ന കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ദിവസം ചെന്നപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കംപ്ലൈൻറ്റ് ഞാൻ കണ്ടത്. അതോടുകൂടി തന്നെ ഈ കംപ്ലൈൻറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇതുപോലെയുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾക്കും ശരിയാക്കാം വളരെ ഈസിയായി. അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കറണ്ട് ലീക്കേജ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് തന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കംപ്ലൈൻറ്റ് ഞങ്ങൾ ശരിയാക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന DB 3 ഫേസ് DB ആണെങ്കിലും ഇവിടുത്തെ കണക്ഷൻ സിംഗിൾ ഫേസ് മാത്രമേ ഉള്ളൂ. 3 ഫേസ് DB വെച്ച് സെലക്റ്റഡ് സ്വിച്ച് വഴി MCBയിലേക്ക് ലോഡ് ഈക്വലാക്കിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വയറിങ് കുറച്ച് പഴക്കമുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത വയറിങ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ DBയിലുള്ള വയറ് തീരെ വലുപ്പമില്ലാത്തത് കൊണ്ട് കുറച്ച് ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി, കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമില്ലാതെ കംപ്ലൈൻറ്റ് തീർക്കാൻ പറ്റി. ആദ്യമായി തന്നെ നമ്മൾ ഇവിടെ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു ട്യൂബിനും ഒരു ബൾബ് ഹോൾഡറും അതുപോലെ തന്നെ ഒരു ബൾബും എടുത്ത് ട്യൂബിന് ഉള്ളിൽ ഷോർട്ടാക്കി ഒരു വയർ എടുത്ത് അതിനുശേഷം നമ്മൾ ഒരു പ്ലഗിൽ കണക്ട് ചെയ്തു. എന്നതിന് ശേഷം നമ്മുടെ മീറ്ററിലെ കട്ടൗട്ടർ ഫീസ് ഊരി വെക്കുകയും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ കട്ടൗട്ടർ ഫീസിൻ്റെ ഫേസിൽ ഒരു വയർ കണക്ട് ചെയ്ത് ആണ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയത്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ലൈറ്റ് ബ്രൈറ്റായിട്ട് കത്തുന്നത് കണ്ടു. അപ്പോൾ തന്നെ എവിടെയോ ഒരു എർത്തും ന്യൂട്രലും തമ്മിൽ ഷോർട്ടായി കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇവിടുത്തെ DBയിലെ എല്ലാ ന്യൂട്രൽ വയറും ഡിസ്കണക്ട് ചെയ്തു. ഓരോ വയർ ഡിസ്കണക്ട് ചെയ്യുമ്പോഴും നമ്മൾ മീറ്റർ ബോർഡിൽ വെച്ചിട്ടുള്ള ബൾബ് ചെറുതായി കത്തുന്നുണ്ടായിരുന്നു. ബൾബിൻ്റെ ബ്രൈറ്റ് കുറഞ്ഞു വന്നതും ബൾബ് കത്തുന്നത് ഇല്ലാതായതും ഒരു ബെഡ്റൂമിലെ ന്യൂട്രൽ വയർ ഡിസ്കണക്ട് ചെയ്തപ്പോഴാണ് ബ്രൈറ്റ് കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ പുറത്തെ ഭാഗത്തേക്കുള്ള ലൈറ്റുകളുടെ സ്വിച്ച് ബോർഡിലേക്ക് ചെല്ലുന്ന ന്യൂട്രൽ വയർ ഡിസ്കണക്ട് ചെയ്തപ്പോൾ പരിപൂർണമായും ബൾബ് കത്തുന്നത് ഒഴിവായി. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തത് സാധാരണ ഫിലമെന്റ് ബൾബിന് മാറ്റി 9 വാട്ടിൻ്റെ LED ബൾബ് ഇട്ട് നോക്കി. അപ്പോൾ ചെറുതായിട്ട് മിന്നി കത്തുന്നത് കണ്ടു. അതും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ്. ചില വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്താലും LED ബൾബ് മങ്ങി കത്തുന്നതായി. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് LED ബൾബ് ഇട്ടപ്പോൾ ഒരു ചെറുതായി മങ്ങി കത്തുന്നത് കണ്ടു. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി ഈ ഭാഗത്തുള്ള ലൈനാണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ ന്യൂട്രലുകളും കണക്ട് ചെയ്തു. അതിനുശേഷം ബാക്കി 3 ന്യൂട്രൽ വയർ അവിടെ തന്നെ വെച്ച് സ്വിച്ച് ബോർഡ് ഒന്ന് അയച്ചു നോക്കി. അപ്പോഴാണ് സ്വിച്ച് ബോർഡിലെ ഒരുവിധം വയറെല്ലാം ഉറുമ്പ് തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഷോർട്ടായിട്ടാണ് ഇവിടുത്തെ കംപ്ലൈൻറ്റ് ഉണ്ടായത്.
ബാക്കിയുള്ള 3 ന്യൂട്രൽ വയറും നമ്മൾ കണക്ട് ചെയ്യാതെ റൂമിലേക്ക് പോകുന്ന സ്വിച്ച് ബോർഡും അതുപോലെ തന്നെ പുറം ഭാഗത്തേക്കുള്ള പോകുന്ന സ്വിച്ച് ബോർഡും ഞങ്ങൾ അയച്ചു നോക്കി. അപ്പോഴാണ് സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ഒരുപാട് മണ്ണും അതുപോലെ തന്നെ വയറെല്ലാം ഉറുമ്പ് തിന്നതുമായി നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾ വയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വയറുകളും ഉറുമ്പ് തിന്നുന്നതായി കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾ ഏതെങ്കിലും കമ്പനികളുടെ വയറ് ഉറുമ്പ് തിന്നാത്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ. ഉറുമ്പ് സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ DBയുടെ ഉള്ളിലേക്കും കയറാതിരിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ഞങ്ങൾ വയറിങ്ങിൽ ചെയ്യാറുണ്ട്. സാധാരണ രീതിയിൽ DB ബോക്സ് നമ്മൾ വെട്ടിപ്പൊളിച്ച് വെക്കുന്ന സമയത്ത് ഒരിക്കലും വെക്കാറില്ല. അതിന് പകരമായി തേപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെയാണ് വെട്ടി വെക്കാറ്. അപ്പോൾ ഈ DBയുടെ ഉൾവശത്തും സൈഡ് ഭാഗത്തും എല്ലാം കുമ്മായം കറക്റ്റ് കയറ്റി ഫിറ്റാക്കിയാണ് ഞങ്ങൾ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ DBയുടെ ഉൾവശത്തേക്ക് ഒരിക്കലും മണ്ണിറങ്ങുകയോ അതുപോലെ തന്നെ ഉറുമ്പ് കടിക്കുന്നതുമായി കണ്ടിട്ടില്ല. പക്ഷേ ഈ വീടിൻ്റെ വർക്ക് ഞങ്ങളല്ല എടുത്തത്, ഇതിൻ്റെ മെയിൻ്റനൻസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ബോക്സ് നമ്മൾ വയറ് വലിക്കാൻ ചെല്ലുന്ന സമയത്ത് PU ഫോം ഇട്ട് ഉൾവശം മൊത്തം ഫില്ലാക്കി ചെയ്യാറുണ്ട്. എന്നാലും ഉറുമ്പ് ശല്യം കുറവൊന്നുമില്ല. സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കാണാറുണ്ട്. വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഇതിനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈർപ്പം കൂടുതലുള്ള സ്ഥലത്താണ് വയറ് ഉറുമ്പ് തിന്നുന്നത് കൂടുതലായും കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും മെറ്റൽ ബോക്സ് ആകുമ്പോൾ വയറ് ഉറുമ്പ് തിന്നു കഴിഞ്ഞാൽ ഷോർട്ടാവാൻ ചാൻസ് കൂടുതലാണ്. പഴയ മോഡൽ PVC ബോക്സോ വുഡൻ ബോക്സോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം കാണാറ് ഉണ്ടാവില്ല. പക്ഷേ മെറ്റൽ ബോക്സ് ആകുമ്പോൾ നമ്മൾ മെറ്റൽ ബോക്സിന് ബോഡി എർത്ത് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ചും ന്യൂട്രോ ഫേസോ ഇതിൽ തട്ടുമ്പോൾ നമുക്ക് ELCB ട്രിപ്പാകും. അതുകൊണ്ട് തന്നെ പഴയ വീട്ടുകാർ പറയും നമ്മുടെ വയറിങ്ങിന് ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന്. പഴയ വയറിങ്ങിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ വുഡൻ ബോക്സോ അല്ലെങ്കിൽ PVC ബോക്സോ ആയിരിക്കും. മെറ്റൽ ബോക്സ് ആകുമ്പോൾ അതുപോലെ തന്നെ ELCB ഉണ്ടാകുമ്പോഴാണ് ഒരു വിധം ഒട്ടുമിക്ക കംപ്ലൈൻറ്റും നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഈ വയറിങ് ഞങ്ങൾ ചെക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ഈ വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡും അഴിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കംപ്ലൈൻറ്റ് കണ്ടെത്താൻ സാധിച്ചു. സ്വിച്ച് ബോർഡിൽ ഇറങ്ങിയിട്ടുള്ള ഉറുമ്പ് തിന്ന വയറിൽ നമ്മൾ ഇൻസുലേഷൻ അടിക്കുകയും അതുപോലെ തന്നെ ഹീറ്റ് സ്ലീവ് ഇട്ട് ഹീറ്റാക്കി കണക്ഷൻ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ELCB കണക്ട് ചെയ്യുകയും മൊത്തം ലോഡ് ഓൺ ആക്കുകയും ചെയ്തു. ELCB ട്രിപ്പ് ആവുന്നില്ല, കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് സംശയം തന്നെയാണ് ഉള്ളത്. കാരണം അവർ ഏതെങ്കിലും ഒരു സമയത്താണ് എപ്പോഴാണ് ELCB ട്രിപ്പ് ആവുന്നത് എന്ന് അവർക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പല ടൈമിലും ELCB ട്രിപ്പ് ആവുന്നത് കൊണ്ട് കംപ്ലൈൻറ്റ് റെഡിയായി എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ അവർക്ക് സംശയം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല ടൈമിലും പല സമയങ്ങളിലും ആണ് ELCB ട്രിപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് റെഡിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് അത്ര വിശ്വാസമുണ്ടാവില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.